ദേ നല്ല നാടൻ പള്ളത്തി വറുത്തത്, പിന്നെ മുയലിറച്ചി, കപ്പ, താറാവിറച്ചി, കക്കാറച്ചി, നല്ല മീൻ കറി. ഇത് രാജപുരം ഷാപ്പാണ്. ആറ്റുമുഖ ഷാപ്പിന് ശേഷം ഞങ്ങൾ പോയ മറ്റൊരു അടിപൊളി ഷാപ്പാണ് ഈ രാജപുരം ഷാപ്പ്. കുറച്ച് ദൂരം നടന്ന് ഒരു കായലിൻ്റെ സൈഡിലെത്തണം. നമുക്ക് അവരുടെ ബോർഡിൽ കിട്ടുന്ന നമ്പറിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അക്കരെയാണ് ഷാപ്പ്. അവിടെ നിന്ന് ഒരു ചേട്ടൻ ബോട്ടുമായിട്ട് വരും. ഞങ്ങളിങ്ങനെ ആ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ദാ വരുന്നു ആ ചേട്ടൻ. ആ ചേട്ടനാണ് ദേ ഈ ബോട്ട് ഓടിച്ചിട്ട് വന്ന ഈ ചേട്ടൻ. അപ്പം ഞങ്ങൾ അതായത് ഒരു ഫ്രീ ബോട്ട് റൈഡ് കൂടി കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ രാജപുരം ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ. നമ്മൾ റോഡ് മാർഗം പോയി കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ടാവും. അവരുടെ ആ ബോർഡിലെ നമ്പർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇതേണൊക്കെ ഒരു ബോട്ടിൽ കൊണ്ടുപോകും. ഞങ്ങൾ 5 പേരാണ് പോയത്. ഞങ്ങൾക്ക് സുഖമായിട്ട് ആ ബോട്ടിലിരുന്ന് അപ്പുറത്തോട്ട് എത്താൻ പറ്റി. ഇതേപോലത്തെ ഒരു അടിപൊളി ഒരു ചെറിയൊരു ഫ്രീ ബോട്ട് റൈഡും കിട്ടും. അടിപൊളിയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ആ ഷാപ്പിൽ ചെന്ന് ഇറങ്ങി. അകത്ത് വിശാലമായ ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു അകത്തുണ്ടായിരുന്നത്. നമുക്ക് അവരുടെ കിച്ചണൊക്കെ ലൈവായിട്ട് കാണാം. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ, അതായത് നല്ല പാടത്തിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. ആദ്യം കണ്ടതുപോലത്തെ ഒരുപാട് വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു. അവരുടെ മെനു ഒരു ഗംഭീര മെനു ആയിരുന്നു. ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പിന്നെ കള്ള് നല്ല സൂപ്പർ കള്ളായിരുന്നു. നല്ല അവർ ചെത്ത് കള്ളാണ്, അവർ പുറത്തുനിന്നുള്ള കള്ളൊന്നും എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി കള്ളായിരുന്നു. പിന്നെ താറാവിറച്ചി ഉണ്ടായിരുന്നു, മുയലിറച്ചി ഉണ്ടായിരുന്നു, പന്നിയിറച്ചി, പോത്തിറച്ചി, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ്. പിന്നെ വറുത്ത മീനുകൾ, ചെറു മീനുകൾ, അതായത് പൊടിമീൻ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കൊഞ്ച്, കണവ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതിലുപരി ആംബിയൻസ്, അവിടെ ഇരുന്നിട്ടുള്ള ഒരു കുടിയും. ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ. അതായത് അവിടുന്ന് നമ്മൾ ഞങ്ങളൊരു തരി പോലും ഭക്ഷണമൊന്നും പാഴാക്കിയില്ല. ഞങ്ങൾ മുഴുവൻ കഴിച്ചു തീർത്തു. അവർ തന്നെ അത്ഭുതപ്പെട്ട് കാണും. കുറച്ചെങ്കിലും സാധാരണ ആൾക്കാർ മിച്ചം വെക്കുന്നതല്ലേ, ഞങ്ങൾ മുഴുവൻ കഴിച്ചു തീർത്തു ഗൈസ്. കാരണം അത്ര ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ നാടൻ ടേസ്റ്റ് തന്നെയായിരുന്നു അത്. ഇവരുടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേ ഒരു ഹൗസ് ബോട്ട് കണക്ക് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ഇതിനകത്തും ഇരുന്ന് കഴിക്കാം. നമുക്ക് ഹൗസ് ബോട്ടൊക്കെ മടുത്തു പോയതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെ കയറി ഇരിക്കുകയായിരുന്നു. പക്ഷേ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും, അപ്പർ ഡെക്കിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ അപ്പർ ഡെക്കിൽ ഇരുന്ന് കഴിക്കാം, അങ്ങനെയുണ്ട്. പിന്നെ ഇവരുടെ തന്നെ നമ്മളെ കൊണ്ടുവന്ന അതേ ബോട്ടിൽ തന്നെ നമ്മളെ തിരിച്ച് കയറ്റി അക്കരെ കൊണ്ടാക്കും. ഈ ഷാപ്പിൻ്റെ പേര് രാജപുരം എന്നാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. ഫുഡുമൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുഡ് ബ്ലോഗറൊന്നും അല്ല, പക്ഷേ ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോവുക, കഴിക്കുക.